ഞാനൊന്നും പണ്ടുള്ളവരെ ഒരു ഭക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. പണ്ടുള്ളവരൊക്കെ തൈതാമ, താള്, തവര ഇതൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. അന്ന് ഇത് കഴിച്ചവർക്കുള്ള ആരോഗ്യം ഇന്നത്തെ നമ്മൾ ഈ കഴിക്കണ ഭക്ഷണത്തിന് പിന്നെ ഇല്ല. കാരണം അവരെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞി, പിന്നെ ഇതുപോലെ ഇലക്കറികൾ അതൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഇറച്ചി, മീൻ അതുപോലെ പല പല മാർക്കറ്റിൽ കിട്ടുന്ന പല ഐറ്റംസുമാണ് നമ്മുടെ ഭക്ഷണം. അതിലൊക്കെ എന്താ പറയുക, വിഷാംശം അടങ്ങിയതാണ്. അപ്പോൾ അത് പിന്നെ പലവിധ അസുഖങ്ങളൊക്കെ ഇപ്പം ഉണ്ടാകുന്ന കാരണം ഇങ്ങനത്തതൊക്കെ അന്യം നിന്ന് പോയതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ റോഡ് മക്കിന് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് അതിൻ്റെ തളിര് പറിച്ച് കൊണ്ടുവന്നിട്ട് ഉപ്പേരി വെക്കാമെന്ന് കരുതി. ഇതാ ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കേകി എടുക്കുന്നുണ്ട്. റോഡ് വക്കിന്ന് കിട്ടിയതല്ലേ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ടൊന്ന് കേകി പിന്നെ ഊറ്റിയിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ. ഇത് പല അസുഖത്തിനും പറ്റിയൊരു മരുന്നാണ്. മൂത്രാശയത്തിനും അതുപോലെ മലബന്ധത്തിനും അങ്ങനെയൊക്കെ പറ്റണ, ക്യാൻസറിന് വരെ പറ്റുമെന്നാണ്. ഗൂഗിളിൽ അടിച്ച് നോക്കി അതിൻ്റെ ഫലങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യണത് എന്ന് നമുക്കതിൻ്റെ വീഡിയോ കാണാം. ഇപ്പോൾ കഴുകിയിട്ട് വെള്ളമൊക്കെ തോർന്നിക്കണം. ഇനി ഇത് ഞാൻ ചെറുതായി അരിയാണ്. ഞാൻ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ ചെറുതായി അരിഞ്ഞ് എടുക്കണം. ഇത് പിന്നെ ചീര വെക്കണൊക്കെ പോലെ തന്നെയാണ് വെക്കാറ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മിക്ക ആളുകളുടെ പറമ്പിലും ഈ ഒരു തൈതാമ ഉണ്ടാവും. നമുക്കിത് വെച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് വെക്കാത്തത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ പരീക്ഷിച്ച് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയകാലത്തെ റെസിപ്പികളൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയതായി വരുന്നുണ്ട്. പല വീഡിയോകളിലും ഇങ്ങനത്തെ പഴയകാല റെസിപ്പികൾ കണ്ടു. അപ്പോൾ ഞാനെല്ലാം ചെറിയതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിന്നെ വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഇട്ടാണ് ഞാൻ ഈ ഒരു പിന്നെ തൈതാമ വെക്കുന്നത്. ഇത് പരിപ്പും ഇട്ട് കറി വെക്കും. ഞാൻ മുന്നേ പരിപ്പിട്ട് കറി വെച്ചിരുന്നു. അത് നല്ല ടേസ്റ്റാണ് തേങ്ങക്കരച്ച്. ഇത് നീരിന് നല്ലൊരു മരുന്നാണ് ഈ ഒരു പിന്നെ തൈതാമ. അതുപോലെ ശോധനക്കും നല്ലതാണ്. ഇത് ഇപ്പോഴുള്ള പ്രായമായ ആൾക്കാർ ഇതിപ്പോഴും ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു 4 ചെറിയുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും തേങ്ങ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരയണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തൈതാമ പറഞ്ഞാൽ മിക്ക പറമ്പുകളിലുള്ളൊരു ഇതാണ്. ഞാനതിൻ്റെ തളിര് മാത്രം നുള്ളി എടുത്തിട്ടുള്ളൂ. പടർന്ന് പിടിച്ച് ഉണ്ടാകുന്നൊരു ഐറ്റമാണ് ഈ ഒരു തൈതാമ. അപ്പോൾ എണ്ണ ചൂടായി, അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ച തൈതാമ ഇട്ട് വഴറ്റിയെടുക്കുക. അതിൽ വെള്ളം ഒഴിക്കുക വേണ്ട. വെള്ളം ഒഴിക്കാതെ നമ്മൾ ആ അരിഞ്ഞ് എടുത്ത് അതേപോലെ ചീരയൊക്കെ വെക്കും പോലെ തന്നെ ഇതിന് അധികം വേഗമൊന്നുമില്ല. അപ്പം വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത്. എന്നാൽ തന്നെ വെന്ത് കിട്ടും. കാരണം പിന്നെ വെള്ളം ഒഴിച്ചാൽ അത് വേഗം ഏറിപ്പോവും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈതാമ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയാൽ ഞാൻ ഇതിലേക്കൊരു അല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കഴുകിയതാണ്. എന്നാലും ഇനിയിപ്പോൾ അല്പം മഞ്ഞൾ ഇട്ട് കൊടുത്താൽ ആ ഒരു ഭയം തീർന്നു കിട്ടും. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കുറേ ഒന്നും മഞ്ഞൾ ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഞാൻ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് തേങ്ങ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്മിലിടണം തീ. ഇതപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പിന്നെ പൊടിഞ്ഞ് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തൈതാമ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ഉപ്പേരി ഉണ്ടായ ചോറിന് വേറെ കൂട്ടാനൊന്നും വേണ്ട. പിന്നെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉള്ളതാണ്. അപ്പോൾ ചീരയും ഒന്നും കടയിൽ നിന്ന് വാങ്ങാതെ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.